Namaste my dear friends, this is my first travel vlog. I am going to Bhutan. ഭൂട്ടാനിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് പാരോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. ബട്ട് ഞാൻ ചൂസ് ചെയ്തത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ട്രിപ്പ് ആയതുകൊണ്ട് കൊച്ചി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ബാഗ്ഡോഗ്ര. കൊച്ചിയിൽ നിന്ന് രാവിലെ 6:30 ആയിരുന്നു ഫ്ലൈറ്റ്. 7:40 ആയപ്പോൾ ബാംഗ്ലൂർ എത്തി. ഫ്രം ബാംഗ്ലൂർ 11:40 ആയിരുന്നു ഫ്ലൈറ്റ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ബാഗ്ഡോഗ്രയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. 2:30 ആകുമ്പോൾ എത്തണം ബാഗ്ഡോഗ്ര. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ 2:30 ആയപ്പോൾ ബാഗ്ഡോഗ്ര എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ലഗേജൊക്കെ എടുത്ത് നേരെ ഡ്രൈവർ ചേട്ടൻ ഉണ്ടായിരുന്നു. നേരെ ഫിങ്ഷിലിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് പെർമിറ്റ് ഇമിഗ്രേഷൻ്റെ ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. ഭൂട്ടാൻ ഗേറ്റ് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ എത്തിയതും ലേറ്റായി. 5:30 വരെ അവിടെ ഓഫീസ് ടൈം ഉള്ളൂ. സോ അവിടുന്ന് ബേസിക് ചെക്കിങ്, പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫിങ്ഷിലിങ്ങിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഈ പോകുന്ന വഴിക്കൊക്കെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ക്യൂവും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടൽ ലോട്ടസ് വില്ല അവിടെ ഫിങ്ഷിലിംഗ് രാത്രി 8 മണിയായപ്പോൾ നമ്മളവിടെ എത്തി. റൂം കാണിക്കാം. നല്ല റൂമായിരുന്നു. ചെറിയ തണുപ്പുണ്ടായിരുന്നു, ഒത്തിരി ഒന്നുമില്ല. കൂടുതൽ റൂമിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. നല്ല വിശപ്പ് കാരണം നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഡിന്നർ നല്ല രസമായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ. ഇവിടത്തേക്ക് ബൊഫേ ആയിരുന്നു. വെജ്, നോൺ വെജ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. വിശന്നിരുന്നോണ്ടാവാം കൂടുതൽ ടേസ്റ്റ് തോന്നി. അങ്ങനെ അന്നത്തെ ദിവസം അത്രമാത്രം തന്നെയാണ്. ഫുഡ് കഴിച്ചു, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. എല്ലാവരും പോയി റെസ്റ്റ് എടുത്തു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയാണ് ഹോട്ടൽ ലോട്ടസ് വില്ലയുടെ ഭംഗിയൊക്കെ അറിഞ്ഞത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ നമ്മളവിടെ ഗ്രീറ്റ് ചെയ്തത് ഒരു ഭൂട്ടാനീസ് ഒരു ചേച്ചിയും ചേട്ടനുമാണ്. എന്തൊക്കെയോ പറഞ്ഞായിരുന്നു, നമുക്കൊന്നും മനസ്സിലായില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ കുറച്ച് അവിടുത്തെ ആ റെസ്റ്റോറൻറ്റ് ഇതൊക്കെ നോക്കി വന്നു. ഇവിടെ ഒരു മിനി ബാർ ഉണ്ടായിരുന്നു. ഇന്നലെ ഇതൊന്നും കണ്ടില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ നമ്മൾ ഇമിഗ്രേഷൻ അത് ചെയ്യാൻ പോയി. ഭൂട്ടാനിലെ പെർമിറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ തിമ്പുവിലോട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഗേറ്റ്, ഭൂട്ടാൻ ഗേറ്റ്. ഇത് കെൽസാങ് നമ്മുടെ ഗൈഡ്. പുള്ളിയുടെ പാസ്പോർട്ടൊക്കെ കൊടുത്തു. പുള്ളി പോകുന്ന വഴിക്കെല്ലാം അതൊക്കെ ക്ലിയർ ചെയ്ത്. Welcome to Bhutan. And now you are registered to be a part of Bhutanese. Yes. And our brother Chime and myself Kelzang will be guiding you all throughout your journey within Bhutan. Thank you. I'm very sure that your happiness in Bhutan will be our quality service. ഇത്രയും പേരാണ് ട്രിപ്പ് പോയത്. അങ്ങനെ നമ്മൾ തിംഫുവിലോട്ടുള്ള യാത്രയിലാണ്. പോകുന്ന വഴിക്ക് നല്ല കോടയൊക്കെ ഇറങ്ങി. നല്ല തണുപ്പ്, പോകുന്തോറും തണുപ്പ് കൂടിയിരുന്നു. അങ്ങനെ 4:30 ആയപ്പോൾ നമ്മൾ തിംഫുവിലെത്തി. ഹോട്ടൽ ഉഗ്യൻ അവിടെയാണ് എത്തിയത്. 4:30 ആകുമ്പോഴേ അവിടെ നേരെ ഇരട്ടും. നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. നല്ല ക്ലീനസ്റ്റ് പ്ലേസും കൂടെയാണ്. ഹാപ്പിയസ്റ്റ് പ്ലേസ് മാത്രമല്ല. അങ്ങനെ ഹോട്ടൽ ഉഗ്യനിലെത്തി. ഹിയാസ് എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഇതിലാണ് നമ്മുടെ ഫുൾ ട്രിപ്പ് പോകുന്നത്. 9 സീറ്റർ, നല്ല സ്പേഷ്യസ് ആണ്. നമ്മുടെ ട്രിപ്പ് ഫുൾ ഇതിലായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ കയറി. ഇന്നത്തെ ദിവസം ഇത്ര മാത്രമേ ഉള്ളൂ. ഫുൾ ട്രാവലായിരുന്നു. നാളെ മുതലാണ് ആക്ച്വലി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്ലേസസിലോട്ടൊക്കെ പോകുന്നത്. സോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഗുഡ് നൈറ്റ്.